ഈശംശിയായ സ്നേഹമുള്ളവരെ, 2026 ക്രിസ്മസ് ദിനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെങ്ങും വളരെ സ്നേഹത്തിമപ്പോടുകൂടി ഈ ഒരു സുദിനം കൊണ്ടാടുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ ഘോഷിക്കുന്ന ജന്മദിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് യേശുവിൻ്റെ ജന്മദിനമാണ്. അത് ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണല്ലോ യേശു അറിയപ്പെടുന്നത് ഇമ്മാനുവേൽ. ഈ ഇമ്മാനുവേലോട് കൂടിയുള്ള ജീവിതമാണ് യഥാർത്ഥ ക്രിസ്മസ്. നമ്മൾ ഈ ഇമ്മാനുവേലിനോട് കൂടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്നും ഒരു ക്രിസ്മസ് ആയിട്ട് മാറും. അതിനെന്ത് വേണം? ഇമ്മാനുവേലിനെ പോലെ സ്വയം ചെറുതാകാനും, സ്വയം വിധേയപ്പെടാനും, സഹിക്കാനും, മറ്റുള്ളവർക്ക് വേണ്ടി മുഴുവനായും പങ്കുവയ്ക്കാനും, ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ ഓൺ ലൈഫ്. ആ ഒരു രീതിയിലുള്ളൊരു മനോഭാവത്തോടു കൂടി ഇമ്മാനുവേലിനെ സമീപിച്ചാൽ ആ ഇമ്മാനുവേൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിൽ, നൊമ്പരങ്ങളിൽ, വേദനകളിൽ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ, ശക്തിപ്പെടുത്താൻ ഈ ഇമ്മാനുവേൽ ഉണ്ടാകും. നമ്മൾ ക്രിസ്മസ് കുർബാനയിലേക്കും മറ്റു തിരുക്കർമ്മങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഇമ്മാനുവേൽ അനുഭവം അങ്ങനെ നമ്മുടെ ജീവിതത്തെ ലോകത്തിനപ്പുറത്തേക്ക് ദൈവത്തോട് കൂടി നോക്കുന്ന ഒരു ദൈവാനുഭവവും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടും നമ്മുടെ ജീവിതത്തിലും കർമ്മങ്ങളിലും നമ്മുടെ മനോഭാവങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.